ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പുഡിംഗ് റെസിപ്പി ഉണ്ടാക്കി നോക്കാം. ഇതൊരു പൈനാപ്പിൾ പുഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വേണ്ടിയിട്ടുള്ള ഫസ്റ്റായിട്ട് തന്നെ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. പൈനാപ്പിൾ കുക്ക് ചെയ്ത് നമ്മൾ പുഡിങ്ങിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പാല് പിരിഞ്ഞു പോകാമെന്നറിയില്ല, അതുപോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു സ്റ്റെപ്പ് ചെയ്യാം. ഒരു പാന് വെച്ച് ഗ്യാസിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് ഒരു കപ്പ് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. അതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പൈനാപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇന്ത്യൻ, ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇന്ത്യൻ പൈനാപ്പിൾ ആയിരിക്കും കുറച്ചുകൂടെ നന്നാവുക. എന്നിട്ട് നമ്മൾ എത്രയാണോ പൈനാപ്പിൾ എടുക്കുന്നത് ആ സെയിം, ഇപ്പം ഞാൻ ഒരു കപ്പ് നിറയാണ് എടുത്തത്, അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 200 ഗ്രാം ആണ് വെയിറ്റ് പൈനാപ്പിളിൻ്റെത് എന്നുണ്ടെങ്കിൽ സെയിം 200 ഗ്രാം തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് 3-4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോൻ്റെ ക്ലിപ്പിന് എന്തോ പറ്റിയിട്ടുണ്ട്, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു 3-4 ഗ്രാമ്പു കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ തീയിൽ നമുക്കതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 1/2 ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കുക. പൈനാപ്പിൾ അത്യാവശ്യം വേവുള്ളൊരു ഫ്രൂട്ടാണ്. അത് നന്നായിട്ട് വേവിച്ച് കുക്ക് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ പാനിൽ വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തിട്ട് ഇത് റൂം ടെമ്പറേച്ചറിൽ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പുറത്ത് തന്നെ ഒരു 3 മാസമൊക്കെ ഇരിക്കും. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. ഇത് ഞാൻ ഏകദേശം ഒരു 1.5 മാസം മുൻപേ എടുത്തതാണ്. കാരണം ഇവിടെ വല്ലപ്പോഴും നല്ല എന്താ പറയുക ഇന്ത്യൻ പൈനാപ്പിൾ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഇനി നമുക്കിതിൻ്റെ ഒരു ബേസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. ആ പാലിൽ ഞാനൊരു 2 സ്ലൈസ് മിൽക്ക് ബ്രെഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡാണ്. പഞ്ചസാര എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് 1/2 ഷുഗറും 1/2 മിൽക്ക് മെയ്ഡും കൂടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ നമ്മൾ ഈ ഒരു പൈനാപ്പിൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ പുഡിങ്ങൊക്കെ ഒന്ന് കഴിക്കണം തോന്നുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പറയാൻ മറന്നുപോയി, കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. അത് നല്ലൊരു ഫ്ലേവറാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഒരു 8 ഗ്രാമോളം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഞാനെപ്പോഴും ഇതുപോലെ പുഡിങ്ങിൻ്റെ ബേസിലോട്ട് ഇങ്ങനെ ചൈന ഗ്രാസ് ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കാറ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പം ഞാനത് 2 ഇരട്ടപ്പണിയല്ലേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അത് ബാക്കി അതിലുള്ള വലിയ വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ മെൽറ്റായിട്ട് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. കാരണം പുഡിങ്ങിൻ്റെ സാധനങ്ങൾ നമുക്ക് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നന്നായിട്ടൊന്ന് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റായിട്ട് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. വീഡിയോ എടുത്ത് വന്നപ്പോൾ വൈകുന്നേരമായിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈറ്റൊക്കെ കുറവാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മിക്സർ ചൂടോടെ തന്നെ ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സർ കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പൊടിയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വലിയ വലിയ പീസസായിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ പോയ സമയത്ത് അത് നന്നായിട്ട് ഇങ്ങനെ കിട്ടും. അതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഞാനൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിതിൽ ബ്രെഡ് ചേർത്തത് ഒരു ക്രീമി ടെക്സ്ചറിന് വേണ്ടിയിട്ടാണ്. എനിക്ക് പുഡിങ് ഭയങ്കര കട്ടിയിലുള്ളത് ഇഷ്ടമല്ല. പക്ഷേ എനിക്കിത് സെറ്റായി വന്നപ്പോൾ തോന്നിയത്, ഞാനിത് കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ തോന്നിയത് ചൈന ഗ്രാസിൻ്റെ അളവ് ഞാനൊരു 8 ഗ്രാമാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് പുഡിങ് നല്ല കട്ടിയിൽ സ്ലൈസ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ 8 ഗ്രാം എടുക്കുക. അതല്ലെങ്കിൽ അതിൽ കുറച്ചൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും തോന്നി. അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ളൊരു പുഡിങ് റെസിപ്പിയാണ്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഇതുപോലെ നമുക്ക് മുൻപേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ബൈ.